ഹലോ വ്യൂവേഴ്സ്, ഇന്ന് purple.com നിന്നും പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെട്ടാലോ. ഞാൻ കൂടുതലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ പർപ്പിളിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് പർച്ചേസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഒക്കെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓയിലി സ്കിന്നിൻ്റെ ആണ്, ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ആണ് വരുന്നത്. 249 ആണ് MRP റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫൈനൽ റേറ്റ് ഏകദേശം 242 ആയിരുന്നേ. ഇത് അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഫേസസ് കാനഡയുടെ കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ എൻ്റെ കയ്യിലുള്ള ഒരു ഷെയ്ഡ് ആയിരുന്നു. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അതപ്പോൾ തീർന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷ് വരുന്നൊരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ എൻവൈബയുടെ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് കളർ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു റിമൂവർ ആണ്, അതും കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്ലൂ കളറിൽ കളർഫുൾ ആയിട്ടുണ്ട്. ഒരു 65 റുപ്പീസേ ആയിട്ടുള്ളൂ ഈ ഒരു റിമൂവറിന്. പിന്നെ ഒരു കാർമേസിയുടെ ഒരു റേസർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും അത്യാവശ്യം കാർമേസി അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഉള്ളത് ഒരു പോർ മിനിമൈസർ പ്രൈമർ ആയിരുന്നേ. ഇതിൻ്റെ എല്ലാം ഞാൻ റിവ്യൂ നോക്കിയതിന് ശേഷമാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് ഞാൻ ആ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമാണ് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത്. മാഴ്സിൻ്റെ ഇത് ലിപ് ലൈനറാണ്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. മാഴ്സിൻ്റെ ആകുമ്പോൾ ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. ഇതൊരു ഡീപ്പ് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത്, നമ്പർ 3 ആണ് ഷെയ്ഡ്. മാഴ്സിൻ്റെ വേറെ എൻ്റെ കയ്യിലിരിക്കുന്നതും വേറെ 2 ബ്രൗൺ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതും അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ന്യൂഡ് ലിപ്സ്റ്റിക്സിനൊക്കെയാണ് ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കിനും വരച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് ഹെൻവൈബയുടെ നമ്മുടെ ഫേസ് ഫൗണ്ടേഷൻ ആണ് വരുന്നത്. 3-in-1 ഫൗണ്ടേഷൻ ആണിത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഇത് 3-in-1 എന്ന് പറഞ്ഞാൽ പ്രൈമർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയാണ് 3 എണ്ണം വരുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും കുട്ടിയടിച്ച മാതിരി ഇരിക്കും. എനിക്ക് ഈ ഫൗണ്ടേഷൻ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫേസിൽ നിന്ന് പോകും. പിന്നെ ഇത് ഗാർണിയറിൻ്റെ ഒരു സൺസ്ക്രീനിൻ്റെ സാഷെ പാക്കറ്റ് ആയിരുന്നു. ഇതും അത്ര നല്ലൊരു പ്രോഡക്റ്റ് അല്ല. ഇത് ഞാൻ അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒരു 1 ടൈം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അതിനകത്ത് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര സ്റ്റിക്കിയാണ്. പിന്നെ ഇത് ഫ്രീ കിട്ടിയതാണ്. ഇതൊരു സൺസ്ക്രീൻ സെറമാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് SPF 30 ആണ് അതിനകത്ത് SPF വരുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആണ്, ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വേഗം തന്നെ സ്കിന്നിലേക്ക് അത് ബ്ലെൻഡ് ആയിക്കോളും. നമുക്ക് ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് പാറ്ററൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നെ നമുക്ക് ബാക്കി മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അല്ല നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും ഫ്രീ കിട്ടിയതാണ്, അതായത് ഒരു ഫേസ് വാഷ് ആണ്. ഫ്രീക്കകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് ഞാൻ ഫ്രീയുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തതാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓൾറെഡി ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ് വാഷ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതലും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. purple.com എല്ലാവരും അത്യാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 999 മേലെയോ എങ്ങാണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി ആണ്. ഇതെനിക്ക് 2 ഡേയ്സിനകത്ത് കിട്ടിയ. നമുക്ക് പ്രോഡക്ട്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ അതാണല്ലോ, നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും കൈ കിട്ടണം എന്നുള്ളത്. ഞാനൊക്കെ ആണെങ്കിൽ അപ്പോഴും തൊട്ട് ട്രാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്ത് വരുന്നോളം വരെ ഇങ്ങനെ എപ്പോഴും ട്രാക്ക് ചെയ്തിരിക്കും. നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ ആണല്ലോ ഒരു സന്തോഷം. ഇതങ്ങനെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. വ്യാഴാഴ്ച ഓർഡർ ചെയ്തു, ശനിയാഴ്ച പ്രോഡക്ട്സ് എല്ലാം കയ്യിൽ കിട്ടി. അപ്പോൾ പാക്കേജിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലിപ്സ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കൂടി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഷെയ്ഡ് നമ്മളൊരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് ഇതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളവരുടെ റിവ്യൂ ആണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അവരതിനകത്ത് ആ പ്രോഡക്റ്റ് സൂം ചെയ്തിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കളർ ഷെയ്ഡൊക്കെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കോമൺ ആയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് അനുസരിച്ച് അല്ലാണ്ട് അതിൻ്റെ റിവ്യൂ കൊടുത്തേക്കുമ്പോഴത്തേക്കും നമുക്കത് നോക്കിയെടുക്കാൻ പാടാണല്ലോ. എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ ഏതാണ് ഷെയ്ഡ്, ആ ഷെയ്ഡ് വൈസ് ഉള്ള റിവ്യൂസ് നമുക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു പർപ്പിളിൽ മാത്രമാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊന്നും അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.